അപ്പോഴും കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം എവിടെ എന്നാണ് പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നത്. ഇടത് സൈബർ ഹാൻഡിലുകളിൽ ഹാഷ്ടാഗോടുകൂടി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെതിരെ ഇത്തരത്തിൽ പ്രചാരണമുണ്ട്. കേരള ആസ്ക് മോദി എന്ന ഹാഷ്ടാഗിലാണ് ചോദ്യങ്ങൾ. മോദിയുടെ എക്സ് അക്കൗണ്ടിലും ചോദ്യങ്ങളുമായി നിരവധി പേർ രംഗത്തെത്തിയിരിക്കുകയാണ്. സുനിഷ ഇല്ലൂരാണ് ചെയ്യുന്നത്. സുനിഷ, അതാണ് വായ്പാ പരിധി വെട്ടിക്കുറച്ചത്, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത്, അങ്ങനെ കേരളം ഉയർത്തുന്ന വലിയ വിഷയമാണ് ഈ കേന്ദ്ര സഹായം ലഭിക്കാതെ വരിഞ്ഞു മുറുക്കുന്നത്. പ്രധാനമന്ത്രി എത്തുമ്പോൾ എന്തെങ്കിലും ആശ്വാസകരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി അതില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ, അല്ലേ? ഉറപ്പായിട്ടും വിനീത, ഒരുപക്ഷെ PMC ഉൾപ്പെടെയുള്ള പദ്ധതികൾ പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെയായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നത്. പിന്നാലെ തന്നെ ഇതാ ഹാഷ്ടാഗുകൾ ഉയർത്തിയിരിക്കുന്നു. കേരള ആസ്ക് മോദി എന്ന പേരിലാണ് ഹാഷ്ടാഗോടുകൂടി നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ജനപ്രതിനിധികൾ, ആൻസൽ MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ഇതിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ CPM-ന്റെ മുതിർന്ന നേതാവ് തോമസ് ഐസക് അടക്കമുള്ളവർ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഇത്തരത്തിൽ ഹാഷ്ടാഗോടുകൂടി തന്നെ നിരവധി ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നതായിട്ടുണ്ട്. ഏതായാലും കേന്ദ്രത്തിനുള്ള വിഹിതം എവിടെ എന്നത് തന്നെയാണ് ചോദ്യമായി വരുന്നത്. ഒപ്പം തന്നെ തരാനുള്ള കുടിശ്ശിക എപ്പോൾ നൽകുമെന്നുള്ളതാണ് ചോദ്യം. പ്രധാനമായും 5000 കോടിയിലധികം കുടിശ്ശികയാണ് നിലവിൽ ഇപ്പോൾ ഇത് SSAയുടെ ഭാഗമായാലും നെല്ല് സംഭരണത്തിന്റെ ഭാഗമായാലും ക്ഷേമ പെൻഷനുകളായാലും അങ്ങനെ നിരവധി, ജലജീവനായാലും ആരോഗ്യ മിഷനായാലും അങ്ങനെ നിരവധി പണം ലഭിക്കാനുണ്ട്. അതൊക്കെ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. ഒപ്പം തന്നെ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ളവർക്ക് സഹായം നൽകിയോ, ആ കുട്ടികളെ എടുത്ത് താലോലിച്ചപ്പോഴും അവർക്ക് വേണ്ട എന്തെങ്കിലും സഹായം നൽകിയോ, എന്ന ക്യാമ്പയിനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്. കേന്ദ്ര സഹായം അത് എവിടെ എന്നത് തന്നെയാണ് ചോദ്യം.